രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നൊന്നുമല്ല. നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെയിടുക, എന്നിട്ടൊരു ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായി കയറി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഒരു നീക്കം കേരളത്തിലും സംഭവിക്കണം. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട അജണ്ട. അതാണ് ഈ ജോസ് ടോറസ് അടക്കമുള്ളവർ ഇപ്പോൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ സോനം വാങ്ചുക്കിനെയൊക്കെ രാഹുൽ ഗാന്ധി ഇതിലേക്ക് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഒരു ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്. അതാണ് ഈ യൂറോപ്പ് സന്ദർശനമൊക്കെ നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി നേരെ വന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപന്തലിലേക്ക് വന്നു. അവർക്കൊരു പിന്തുണയൊക്കെ നൽകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നെ വാങ്ചുക്കിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കുക എന്നുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ തീരുമാനിച്ചത്. അത് വൈകിയാണെങ്കിലും സോനം വാങ്ചുക്കിനും അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലിക്കും ആ ഒരു സത്യം മനസ്സിലായി. രാഹുൽ ഗാന്ധി ഗജ ഫ്രോഡാണ്, പക്ക ഫ്രോഡാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കളിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കൊണ്ടുവരാനോ ഒന്നുമല്ല. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സോനം വാങ്ചുക്കിനെ ഒരു ബലിയേടാക്കുന്നു എന്ന് വൈകിയാണെങ്കിലും സോനം വാങ്ചുക്കിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. നരേന്ദ്രമോദി ഇന്നലെ അർദ്ധരാത്രി ഒരു ഇൻസ്റ്റാഗ്രാമിലും അടക്കം അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും അടക്കം ഒരു വീഡിയോ സന്ദേശം വിട്ടു. അത് ഒരു നിർണായകമായ ഒരു നീക്കം, ഒരു പ്ലാൻ തന്നെയായിരുന്നു. അതായത് രാത്രി നമുക്കറിയാം, സ്വാഭാവികമായിട്ടും രാത്രി ഒരു 12 മണി 12:30 ആകുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ, ജെൻസി വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവർ കൂടുതൽ നേരം ചെലവഴിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സന്ദേശം അവരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ പാത അതായിരുന്നു നരേന്ദ്രമോദിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് വെറും 3 മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ വീഡിയോ മില്യനുകളായി ഇങ്ങനെ കത്തിപ്പടർന്ന ഒരു കാഴ്ച ഉണ്ടായത്. ആ വീഡിയോ എത്തിയപ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് സോനം വാങ്ചുക്കിന് മനസ്സിലായി. അതോടുകൂടിയാണ് രാത്രിയോട് തന്നെ ഞാൻ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു, JP നഡ്ഡയുടെ കയ്യിൽ നിന്നും ഇളനീർ വാങ്ങി കുടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. അപ്പോൾ മോദിയുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് സോനം വാങ്ചുക്കിന് മനസ്സിലാകുന്നു. മറുവശത്ത് രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് സോനം വാങ്ചുക്കിന് തന്നെ മനസ്സിലാകുന്നു. അതിൽ അവസാനം സോനം വാങ്ചുക്കിന് തന്നെ പറയുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിയൊന്നും വെക്കേണ്ട, പക്ഷേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം നീറ്റ് വിഷയത്തിൽ കൊണ്ടുവരിക. അതിൽ നരേന്ദ്രമോദി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ അതിനുള്ള ഒരു ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് നീറ്റ് പരീക്ഷയിൽ കൃത്യമായ ഒരു ബില്ല്, അതായത് ഈ കുറ്റക്കാർക്കെതിരെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയുമായി ബന്ധപ്പെട്ടൊരു ബില്ല് കൊണ്ടുവരുന്നു. അതിൽ കഠിനമായ ഒരു തടവ്, ഒരു 10 വർഷമൊക്കെ ഒരു തടവ് ശിക്ഷ കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുവെന്ന് മോദി തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയയിലേക്ക് അർദ്ധരാത്രി പറഞ്ഞപ്പോൾ അത് സോനം വാങ്ചുക്ക് ഒരു സമ്മതമായി എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം അവസാനിപ്പിക്കാനുള്ള സൂചനകൾ സോനം വാങ്ചുക്ക് തന്നെ നൽകിയത്. അതായത് സോനം വാങ്ചുക്ക് 26 ദിവസത്തെ നിരാഹാര സമരമാണ് ഇന്നലെ അവസാനിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ മോദിയുടെ ആത്മാർത്ഥതയാണ് സോനം വാങ്ചുക്ക് ബോധിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലിയും ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു ദിവസം പോലും സമരപന്തലിൽ പോലും എത്താതെ പിന്നീട് സമരത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും തട്ടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയെന്ന വഞ്ചനയാണെന്ന് ഗീതാഞ്ജലി രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ടായി.